സെറ്റ് മുണ്ടും കുപ്പിവളയുമിട്ട് ജപ്പാനിലെ ട്രെയിനിൽ കൂടെ ഞാൻ ഒസാക്ക ജോയിലേക്ക് പോയിരുന്നു. സ്കൂളിൻ്റെ കലാപരിപാടികൾക്കായി ഏകദേശം 1 മണിക്കൂറും 45 മിനിറ്റും ട്രെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഇത്രകാലം സൈക്കിളിൽ മാത്രം യാത്ര ചെയ്തിരുന്ന എനിക്ക് ഒസാക്ക ജോ വഴിയിലുള്ള ഈ ട്രെയിൻ യാത്ര എന്നും മനസ്സിൽ ഒരു മൃദുവായ പാട്ട് പോലെ നിലനിൽക്കുന്നു. പുറത്ത് ഒരു ചെറിയ ഉത്സാഹവും കുറച്ച് നാണവും ചേർന്ന ഒരു മനോഹരമായ അനുഭവം. ട്രെയിനിലിരുന്ന് യാത്ര ചെയ്തപ്പോൾ വഴിയിലുടനീളം പല മനോഹരമായ കാഴ്ചകളും കണ്ണിൽ പതിച്ചു. ആ മുഴുവൻ യാത്രയും എൻ്റെ മനസ്സിൽ ഒരു ശാന്തമായ ഓർമ്മ പോലെ നിശബ്ദമായി പതിഞ്ഞിരുന്നു. പല രാജ്യത്തു നിന്നുള്ള പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഇത്ര നേരം ഈ ഡയലോഗുകൾ പറഞ്ഞു തന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് വളരെ നന്ദി. ഇവന്മാരെന്നെ ആവശ്യമില്ലാതെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇമാതിരി സാധനങ്ങൾ ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ടൊന്നും നടക്കൂല കേട്ടാ. അപ്പോളേ അടുത്ത വീഡിയോയിൽ ഞങ്ങളുടെ സെൻസയും പല പല രാജ്യത്തു നിന്ന് പിള്ളേരുടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു, സയനോരാ.